ഗൈസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് ചിക്ക്മംഗ്ലൂരിലാണ്. ചിക്ക്മംഗ്ലൂരിലെ ബേലൂർ ചെന്നകേശ്വര ടെമ്പിളിലേക്ക് പോവുകയാണ് ഞാനിപ്പോൾ. ഈ മുമ്പിൽ കാണുന്ന ആ ഒരു സ്വർണ്ണ നിറത്തിലുള്ള അതാണ് ബേലൂർ ചെന്നകേശ്വര ടെമ്പിൾ. അപ്പം നമുക്ക് അവിടെ പോയിട്ട് കാഴ്ചകൾ കാണാം. ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ചിക്ക്മംഗ്ലൂർ ടൗണിൽ നിന്ന് 22 കിലോമീറ്റർ ഉണ്ട്. ഇതാണ് അടുത്തുള്ള കാഴ്ച. നല്ല ഭംഗിയുണ്ടല്ലേ. ബേലൂർ അമ്പലത്തിൽ കയറുകയാണ്. അതിമനോഹരമായ കാഴ്ചയാണ്. പഴയ കൊട്ടാരത്തിലെത്തിയൊരു പ്രതീതിയാണ്. ചുറ്റും അതിമനോഹരമായ ആർക്കിടെക്ചേഴ്സാണ് കാണാൻ പറ്റുന്നത്. വാവ്, അടിപൊളിയാണ് അല്ലേ. എന്തോ ഡിസൈൻസ് നോക്കി കിടിലെന്നെ. വാവ്, ഇത് ഉണ്ടാക്കി വെച്ച ഒരു മനോഹര, അത് ഭയങ്കര സമ്മതിക്കണം. ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കി വെച്ച്. അമ്പലത്തിനുള്ളിൽ മൊബൈൽ അലൗഡ് അല്ല, ക്യാമറ മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ ഉള്ളിലത്തെ മനോഹരമായ കാഴ്ചകളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതിനുള്ളിലെ ആർക്കിടെക്ചർ കണ്ട് ഞാൻ ഞെട്ടിപ്പോവും. അത്രയും പ്രാചീന കാലത്ത് ഇവിടെ കാണുന്നതിനെക്കാട്ടും ഗംഭീരമായി ഇതിൻ്റെ ഉള്ളിലുള്ളത്. ശരിക്കും തന്നെ ഒരു കൊട്ടാരം പഴയകാലത്തെ അതുപോലെയുണ്ട്. എന്തുമാതിരി ഡിഫറെൻറ്റ് ഡിസൈൻസാണ് നോക്കി കണ്ടോ. ആനകളിങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ടോ. ഓഹ്, അതൊക്കെ ഉണ്ടാക്കിയാകുമ്പോൾ പാട് ഭയങ്കര തന്നെയായിരിക്കും. കിട്ടില്ലെന്ന് തന്നെയാണ്. ഡോണ്ട് ടച്ച് ദ സ്കൾപ്ചേഴ്സ്. ഉള്ളിൽ ഓരോ സ്റ്റാച്യുവും അതിഗംഭീരം തന്നെ. ഒരുപാടുണ്ട് കണ്ടോ. അതുകൊണ്ട് ആനയുടെ പല ഡിഫറെൻറ്റ് തരത്തിലുള്ള ഡിസൈൻസൊക്കെ നമുക്ക് കാണാം. ഓ, ഏതോ ഒരു ഇങ്ങനത്തെ ഒരു വ്യത്യസ്ത അമ്പലം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നരസിംഹ വാമന, അങ്ങനെ ഒരുപാട്. ഇത് മഹാവിഷ്ണുവിൻ്റെ ഇതാണ്. ഇപ്പം ഇവിടെ ഒരു കാൽപാദമുണ്ട്. അത് എന്താണെന്നറിയില്ല, ഭഗവാന്റെ തന്നെയാണ്. പക്ഷേ അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനൊന്നും ഇവിടെ ഇല്ല. കിടിലൻ തന്നെയാണ്. ഇനി പുറമേത്തൊരു യാത്ര കൂടെ ചെയ്തിട്ട് വരാം. അപ്പോൾ അതിൽ മനോഹര കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാം. പിന്നെ പുറമേത്ത് കൂടെ നടന്നിട്ട് ഈ അമ്പലത്തിൻ്റെ കാഴ്ചകൾ എടുക്കാം. ഇതെന്താ ഈ സ്റ്റാച്ചു? ഈ ഗൈഡൊക്കെ ഉണ്ട്, കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കറിയാം. പല പല രഥങ്ങളുടെയൊക്കെ കണ്ട രഥങ്ങൾ
അതിൽ ഇങ്ങനെ സ്റ്റാച്ചു ആക്കിയിട്ട് ഇങ്ങനെ രഥോത്സവം മാതിരിയൊക്കെ ഇവിടെ നടക്കാറുണ്ട്. അതിൻ്റെ കൊട്ടാരത്തിനെ പോലെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഒരു ഫോട്ടോ ഈ വിഗ്രഹത്തിൻ്റെ ഉള്ളിലെ ഇത് ക്യാമറ അലൗഡ് അല്ല. വിഗ്രഹം ഫോട്ടോ എടുക്കാൻ പാടില്ല. ബാക്കി പുറത്തത്തെ കാഴ്ചകൾ എടുക്കാം. ഇത് വിഷ്ണുവിൻ്റെ തന്നെയാണ് ഈ അമ്പലം. ഇത് മനോഹരമായിട്ടുണ്ടല്ലേ. ഇത് നല്ല രസമുണ്ട്. വേറെ ഡിഫറെൻറ്റ് സ്റ്റാച്യൂസ് ഒക്കെ കണ്ടത്. കല്ല് എനിക്കൊന്ന് പണ്ടത്തെ സ്തൂപങ്ങളായിരിക്കും. ഇത്രയും കാലം മെയിൻറ്റെയിൻ ചെയ്തിട്ട് വലിയ കാര്യം. ഡിഫറെൻറ്റ് ആർക്കിടെക്ചേഴ്സാണ്. അവിടെ ഇത് ഉള്ളിൽ ഇങ്ങനെ നടക്കാൻ പറ്റുന്ന അറിയില്ല. എനിക്കൊന്നും പെർമിഷൻ ഇല്ല. അപ്പം പുറമേത്തെ കാഴ്ചകൾ ഒരു സ്റ്റാച്യു ഉണ്ട്. ഇതാണ് ബേലൂർ അമ്പലത്തിലെ കാഴ്ചകൾ. ചിക്മംഗ്ലൂരിലെ ചെമ്പക്കേശ്വര ടെമ്പിളാണ്. എല്ലാവർക്കും കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തരാം. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ. ഇത് ഇവിടുത്തെ കുളമാണ്. ആനയുടെ വല്ല കുളത്തിൽ ആമയുണ്ട്. ഇഷ്ടം പോലെ ആമകളുണ്ട്. തീർത്ഥാണ്, പക്ഷെ അടച്ചിരിക്കുകയാണ്. പോകാൻ അനുവാദമില്ല. ഇവിടെ നിന്ന് നമുക്ക് ആമകളെ കാണാം. ഇഷ്ടം പോലെ ആമകൾ.